ബി.ജെ.പി 400-ലധികം സീറ്റുകൾ നേടി മൂന്നാം തവണയും അധികാരത്തിൽ വരുമെന്ന് പ്രധാനമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു. ഇത് വെറുമൊരു പൊള്ളയായ വാചകമല്ല. 2 തവണ ജനങ്ങൾ അധികാരത്തിൽ എത്തിച്ചതിന്റെ ആത്മവിശ്വാസമാണ് മോദിയുടെ പക്കൽ. ഇന്ത്യ സഖ്യം പോലുള്ള പ്രതിപക്ഷ പാർട്ടികൾ പരിഹസിച്ചാലും പൊളിയാത്ത ആത്മവിശ്വാസമാണ് മോദിയുടേത്. ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള എൻ.ഡി.എ സഖ്യം 400-ലധികം സീറ്റുകൾ സ്വന്തമാക്കുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും വന്നിരിക്കുകയാണ്. ഈ ലക്ഷ്യം വെറുമൊരു മുദ്രാവാക്യമല്ലെന്നും വരും ദിവസങ്ങളിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് 140 കോടി ജനങ്ങളാണുള്ളത്. സ്ത്രീകളും യുവാക്കളും ആദ്യമായി വോട്ട് ചെയ്യുന്നവരും നിർണായകമായ പ്രക്രിയയിൽ പങ്കാളികളാവുകയാണ്. ആദ്യ 3 ഘട്ടത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 400 സീറ്റുകൾ എന്നത് എൻ.ഡി.എ സഖ്യത്തെ സംബന്ധിച്ച് വെറുമൊരു മുദ്രാവാക്യം മാത്രമല്ല, അത് യാഥാർത്ഥ്യമാകാൻ പോകുന്ന കാര്യമാണെന്ന് ഉറപ്പിച്ചു പറയാൻ എനിക്ക് സാധിക്കുമെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. എൻ.ഡി.എക്ക് 400 സീറ്റുകൾ ലഭിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ പരിഹസിക്കുന്നുണ്ട്. അതിലൊന്നും ഒരു കാര്യവുമില്ല. പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ നേതാവ് മത്സരിക്കാൻ തയ്യാറാകാതെ നേരത്തെ രാജ്യസഭയിലേക്ക് പോയിരിക്കുകയാണ്. 2ാമത്തെ സീറ്റിൽ മത്സരിക്കുന്നതോടെ വയനാട്ടിൽ നിന്നും മുങ്ങാനാണ് അടുത്ത നേതാവ് നോക്കുന്നത്. അമേഠിയിൽ സ്മൃതി ഇറാനിക്കെതിരെ മത്സരിക്കാൻ അയാൾക്ക് ധൈര്യമില്ല എന്നും അദ്ദേഹം പരിഹസിച്ചു. ജനങ്ങളെ സേവിക്കുകയല്ല അവരുടെ കർത്തവ്യം. സ്വന്തം കുടുംബത്തിൽ മാത്രമാണ് അവർക്ക് എല്ലാ കാലത്തും താല്പര്യം. എന്നാൽ തനിക്ക് ഇന്ത്യയിലെ ജനങ്ങളാണ് കുടുംബം. അവർക്ക് വേണ്ടിയാണ് താൻ പ്രവർത്തിക്കുന്നതെന്നും പ്രധാനമന്ത്രി മുൻപും പറഞ്ഞിട്ടുണ്ട്. താൻ ദരിദ്രരെയും വനവാസികളെയും സേവിക്കുന്നത് സ്വന്തം കുടുംബത്തെ പോലെ കണ്ടാണ്. കോൺഗ്രസ് പോലെ ഒരു രാജകുടുംബത്തിൽപ്പെട്ടവനല്ല ഞാൻ. ദാരിദ്ര്യത്തിൽ വളർന്ന് വളരെ ചുരുങ്ങിയ പശ്ചാത്തലത്തിൽ ജീവിച്ചു വന്ന ആളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി.